ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരികയാണ്. ചിറക്കുനിയിൽ ഓട്ടോ തൊഴിലാളിക്ക് മർദ്ദനമേറ്റിരിക്കുന്നു. ധർമ്മടം സ്വദേശി ഇസ്മായിലിനാണ് പരിക്കേറ്റത്. ഹൃദയ സംബന്ധമായ രോഗമുള്ളയാളാണെന്ന് പറഞ്ഞിട്ടും പാലയാട് സ്വദേശിയെ ശ്രീകുമാർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞാണത്രേ നെഞ്ചിന് അടിച്ചത്. ഇസ്മായിൽ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട്. മർദ്ദിക്കുന്നതിന് CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ല, പക്ഷേ ഇസ്മായിൽ അവിടെ വന്ന് കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു മർദ്ദനം? വിനീത, അതായത് ഒരു കാരണവുമില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു ഓട്ടോ തൊഴിലാളിയെ മർദ്ദിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ആ ഓട്ടോറിക്ഷ കടന്നു വരുന്നു, അവിടെ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ആ ഓട്ടോ വലതുഭാഗത്തേക്ക് തിരിയുന്നത്. ആ സമയത്ത് ഒരു ബൈക്ക് ഈ ശ്രീകുമാർ, അവിടെ തന്നെയുള്ള ഈ പാലയാട് ഭാഗത്തുള്ള ഒരു സ്വദേശിയായിട്ടുള്ള ശ്രീകുമാർ എന്ന ആൾ ഈ ബൈക്കിൽ എത്തുകയും ഈ ഓട്ടോയെ മറികടന്ന് ഈ ഓട്ടോയുടെ മുന്നിൽ വാഹനം നിർത്തുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇയാൾ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഇസ്മയിലിനെ മർദ്ദിക്കുന്നത്. ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ഇസ്മയിൽ ഇപ്പോൾ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ CCTVയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഈ പറയുന്ന ഓട്ടോയുടെ ഭാഗത്തേക്ക് പോവുകയും ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ഇടിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നു, ഇങ്ങനെയാണോ വാഹനങ്ങൾ തിരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ അസഭ്യവർഷത്തോടു കൂടി അത്തരത്തിൽ ഒരു കാര്യം ഈ പറയുന്ന ശ്രീകുമാർ ഇസ്മായിലിനോട് ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അതിന് മറുപടി നൽകുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഒരു അക്രമത്തിലേക്കും ഈ പറയുന്ന രീതിയിൽ ഒരു മർദ്ദനത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ കടക്കുന്നത്. എന്തായാലും അതിനുശേഷം ഈ ഇസ്മായിലിന് നേരത്തെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്, ഹൃദയ സംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുള്ളതാണ്. ഇദ്ദേഹം മർദ്ദിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ എന്നെ മർദ്ദിക്കരുത്, എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ് എന്നുള്ള കാര്യം ഈ മർദ്ദിക്കുന്ന ശ്രീകുമാറിനോട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ ഇദ്ദേഹം മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം വളരെ അവശനായി അദ്ദേഹം ഓടി തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് വരുന്നത് ഉൾപ്പെടെ ആ CCTVയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് ഈ മർദ്ദനത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിന് നെഞ്ചിൽ ഒരു വേദന അനുഭവപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന ഒരു കട വരാന്തയിലേക്ക് അദ്ദേഹം വരികയും അവിടെ വീഴുകയും ചെയ്യുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുടുംബം പോലീസിൽ ഞാൻ പോയി കുമാർ ബേക്കർ എന്ന സ്ഥലത്ത് ഒരാളെ ഇറക്കി കഴിഞ്ഞിട്ട് തിരിച്ച് ചെറുപ്പുനി സ്റ്റാൻഡിലേക്ക് വരണ്ടിയിട്ട് ഇൻഡിക്കേറ്ററും സിഗ്നലും കൊടുത്ത് തിരിഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് ബാക്കിലുള്ള ഒരു സ്കൂട്ടറുകാർ ഞാൻ കാണുന്നില്ല. ബാക്കിൽ വന്നുള്ള അയാൾ ആ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇപ്പുറം വന്നിട്ട് എൻ്റെ അടുത്ത് ചീത്ത വിളിക്കുക, നീ എന്നാടാ വണ്ടി കൊണ്ട് കളിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്താണ് കളിച്ചത്, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നൽ തന്ന് ഞാൻ വണ്ടി തിരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, പിന്നെ ഇവിടെ നിന്നാണോ തിരിക്കാന്ന് വെച്ചു. നമ്മൾ തിരിക്കാൻ വേണ്ടി മേലൂർ പോകാൻ പറ്റല്ലോ എന്ന് പറഞ്ഞു. അപ്പം ചീത്തയാണ് വിളിച്ചത്, അതെനിക്ക് പറയാൻ പറ്റില്ല പബ്ലിക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെയാണോ നിൻ്റെ വീട്ടിൽ അച്ഛനോടും എല്ലാവരോടും ഇതേ രീതിയിലാണോ സംസാരിക്കാറെന്ന് വെച്ച്. അപ്പോൾ ഇവ എൻ്റെ നേർക്ക് കൈ കൊണ്ടിട്ട് ഇങ്ങനെ ആക്ഷൻ കഴുത്തിന് പിടിച്ചിട്ട് കൊല്ലുന്ന ആയിൻ്റെ മോനെന്ന് വെച്ച്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്, നീ മാറിയിരിക്കുന്നു പറഞ്ഞു. അന്നാ മരിക്കടാന്ന് പറഞ്ഞിട്ട് ഈ കൈ കൊണ്ട് മുഷ്ടി ചുരുട്ടി തന്നെ നെഞ്ഞത്തിടിക്കുകയാണ്. പിന്നെ 2 സെക്കൻഡ് എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കുന്നില്ല. പിന്നെ അതാണ് ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം വരുന്നത്. ഇതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടോ അർജുൻ? ഇല്ല, നിലവിൽ പോലീസ് കേസെടുത്തില്ല. പക്ഷേ കുടുംബം മൊഴി രേഖപ്പെടുത്തുകയും FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ധർമ്മടം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ CCTVയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള CCTVയിൽ നിന്നുൾപ്പെടെ ഈ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. കാരണം ഒരു കാരണവുമില്ലാതെ ആ വാഹനം വരുന്നതും അവിടെ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ഈ ഓട്ടോ തിരിക്കുന്നതും ആ ഓട്ടോയെ ഓവർടേക്ക് ചെയ്ത് ഈ വാഹനം നിർത്തുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന വാക്കുതർക്കവും പിന്നീട് ഈ പറയുന്ന ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള ഇസ്മയിൽ ആ കട വരാന്തയിലേക്ക് വലിയ രീതിയിൽ അവശനായി കടന്നു വരുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുക്കും എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഉടൻ FIR രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിനീത, രോഗമുള്ളയാളാണ്, നെഞ്ചിലടിച്ചു എന്നതാണ്
ഓട്ടോ ഡ്രൈവർ പറയുന്നത്. ഒരു കാരണവുമില്ലാതെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ധർമ്മടം സ്വദേശിയായ ഇസ്മായിലിനെ മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ രോഗമുണ്ട്. പാലയാട് സ്വദേശിയായ ശ്രീകുമാർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഏതായാലും പോലീസ് കേസെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.